സിജു കണ്ണൻ കാസർഗോഡ് നിന്ന് ചേരുകയാണ്. സിജു ആണ് കാസർഗോഡ് നിന്ന് വരുന്നത്. കാസർഗോഡ് അതറിയാം, ഒരു പരമ്പരാഗതമായി തന്നെ 3 മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിയുടെ കൃത്യമായ സ്വാധീനം, സിറ്റിംഗ് സീറ്റുകൾ 2ഇടത്ത് UDF എന്നുള്ളതാണ് സ്ഥിതി. അതിൽ തന്നെ സിജു, ഇത്തവണ കാസർഗോഡൊക്കെ വലിയ പോരാട്ടമായിരുന്നു എന്ന് ഒരുപാട് ആളുകൾ അവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. പതിവ് കാഴ്ചകൾക്കപ്പുറം വളരെ ശക്തമായ പ്രചാരണമായിരുന്നു ഇപ്പോൾ കാസർഗോഡായാലും അതുപോലെ തന്നെ മഞ്ചേശ്വരത്തായാലും എന്നുള്ളതായിരുന്നു. ഇന്ന് കണ്ടത് എങ്ങനെയാണ് കാസർഗോട്ടെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കലാശക്കൊട്ട്? ശരത്തെ, കാസർഗോഡ് കേരളത്തിൽ മറ്റ് ജില്ലകളിലുള്ളതുപോലെ വലിയ ആവേശത്തോടു കൂടി പരസ്യപ്രചാരണം സമാപിക്കുകയാണ്. ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് 3-2 എന്നതാണ് LDF-ന് 3 സീറ്റും UDF-ന് 2 സീറ്റും എന്നതാണ് പരമ്പരാഗതമായി വർഷങ്ങളായി തുടരുന്ന രീതി. പക്ഷേ ഇത്തവണ പ്രചാരണത്തിൽ ആദ്യഘട്ടം മുതൽ വലിയ ആവേശത്തോടു കൂടി മുന്നേറാൻ LDF-ന് സാധിച്ചു. ആ ആവേശം അതേ നിലയിൽ കൊട്ടിക്കലാശത്തിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ വിവിധ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ കൊട്ടിക്കലാശം നടന്നു. സ്ഥാനാർത്ഥി VPP മുസ്തഫ ഇന്ന് അവസാന ദിവസം, പരസ്യപ്രചാരണ ദിവസം വലിയ തിരക്കിലായിരുന്നു. രാവിലെ മുതൽ വിവിധ കേന്ദ്രങ്ങളിലെത്തി ആളുകളെ കണ്ട് അവസാനവട്ട പര്യടനം നടത്തിക്കൊണ്ട് തൃക്കരിപ്പൂരിലാണ് കൊട്ടിക്കലാശത്തിൽ ഏറ്റവും അവസാനം പങ്കെടുത്തത്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ കാഞ്ഞങ്ങാട് നഗരം കേന്ദ്രീകരിച്ചുള്ള പരസ്യപ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. ഇവിടെയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആവേശമാണ് കാണാൻ സാധിച്ചത്. കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരി ഭാഗത്ത് നിന്ന് വലിയ ആവേശത്തോടു കൂടി ബൈക്കുകളും അതോടൊപ്പം തന്നെ കാറുകളിലുമെല്ലാം തന്നെ നിരവധി പ്രവർത്തകർ അണിനിരന്നുകൊണ്ടാണ് ഈ കൊട്ടിക്കലാശം നടന്നത്. വലിയ ആവേശമാണ് കാഞ്ഞങ്ങാടും നമുക്ക് കാണാൻ സാധിച്ചത്. ഉദുമ മണ്ഡലത്തിൽ ഇന്ന് രാവിലെ മുതൽ LDF സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പു എല്ലാ മേഖലകളിലും എത്തി വോട്ടർമാരെ നേരിട്ട് കണ്ട് പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകൾ പരമാവധി വിനിയോഗിക്കുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം ബോവിക്കാനത്ത് നടന്ന കൊട്ടിക്കലാശത്തിലാണ് ഏറ്റവും ഒടുവിൽ CH കുഞ്ഞമ്പു പങ്കെടുത്തത്. ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം കാസർഗോഡിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത്, ഇന്ന് LDF നേതാക്കളുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി കണക്ക് കൂട്ടലുകളിൽ കഴിഞ്ഞ പ്രചാരണ ദിവസങ്ങളിൽ ജനങ്ങളുമായി സംവദിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഒന്ന്, വോട്ടർമാരുടെ എണ്ണം എല്ലാ മണ്ഡലങ്ങളിലും കൂടിയിട്ടുണ്ട്. അത് LDF-ന് വലിയ മുന്നേറ്റം നൽകുമെന്നാണ് പറയുന്നത്. തൃക്കരിപ്പൂർ അതോടൊപ്പം തന്നെ കാഞ്ഞങ്ങാട് ഉദുമ മണ്ഡലങ്ങളിൽ സാധാരണ നിലയിലുള്ളതിനേക്കാൾ ഒരു ചരിത്ര മുന്നേറ്റം LDF-ന് ഉണ്ടാകും. അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞ ഒരു പ്രത്യേക കാര്യം, നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലം പരമ്പരാഗതമായി മുസ്ലിം ലീഗ് ജയിച്ചു വരുന്ന മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ അഭൂതപൂർവമായ ഒരു മുന്നേറ്റം LDF-ന് കാണാൻ സാധിച്ചു. ഇന്നിപ്പോൾ കാസർഗോഡ് നഗരത്തിൽ നടന്ന ഒരു റോഡ് ഷോ, ഒരുപക്ഷെ കാസർഗോഡ് LDF-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പരസ്യപ്രചാരണ കൊട്ടിക്കലാശത്തിലോ മറ്റേതെങ്കിലും പൊതുപരിപാടികളിലോ കാണാത്ത രീതിയിൽ വലിയൊരു മുന്നേറ്റമാണ് കാസർഗോഡ് കാണാൻ സാധിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെർക്കളയിൽ നിന്ന് ഇരുചക്ര വാഹനങ്ങളിൽ കൊടികളേന്തി, സ്ഥാനാർത്ഥിയുടെ പ്ലക്കാർഡുകളേന്തി, മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരന്ന വലിയൊരു റോഡ് ഷോയോട് കൂടിയാണ് കാസർഗോഡ് ഈ കൊട്ടിക്കലാശത്തിന്റെ അവസാനം പരസ്യപ്രചാരണം സമാപിച്ചത്. LDF-ന്റെ പൊതു സ്വതന്ത്രനായ ഷാനവാസ് ഫാദൂർ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ മുന്നേറ്റമുണ്ടാക്കി, സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. മഞ്ചേശ്വരത്തും 2006-ലെ ചരിത്രം ആവർത്തിക്കുമെന്നാണ് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. മഞ്ചേശ്വരത്ത് LDF-ന്റെ സ്ഥാനാർത്ഥി KR ജയാനന്ദ എല്ലാ മേഖലകളിലും എത്തി ജനങ്ങളെ കണ്ടു. അവരിൽ നിന്ന് വലിയ ഒരു സ്വീകാര്യത അവർക്കിടയിൽ ലഭിച്ചു. അതുകൊണ്ട് തന്നെ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണുമ്പോൾ, ഈ വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളായി മാറുകയാണ്. കാസർഗോഡിന്റെ ചരിത്രം മാറുമെന്നാണ് LDF പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് മുന്നണികളും വിവിധ കേന്ദ്രങ്ങളിൽ പരസ്യപ്രചാരണവുമായി കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറുകളിൽ നിറഞ്ഞു. ശരത്.